നാടും നഗരവും വിഷു ആഘോഷത്തിൽ സമൃദ്ധിയുടെ കണി കണ്ടുണർന്ന മലയാളികൾ. നാടും നഗരവും വിഷു ആഘോഷത്തിലാണ്. അമ്പലങ്ങളിൽ വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. അതേസമയം ഗുരുവായൂരപ്പനെ കണികണ്ടു തൊഴാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നെത്തിയത്. ഭക്തർക്ക് സുഗമമായ വിഷുക്കണി ദർശനത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കി. പുലർച്ചെ 2:55 മുതൽ 3:55 വരെയാണ് വിഷുക്കണി ദർശനം നടന്നത്. തുടർന്ന് നിർമാല്യം, അഭിഷേകം ഉൾപ്പെടെ പതിവ് പൂജകളും ദർശനവും നടന്നു. പൊതു വരിയിൽ കാത്തുനിന്ന ഭക്തർക്കാണ് ദർശനത്തിന് മുൻഗണന കൊടുത്തത്. തിരക്ക് പരിഗണിച്ച് പ്രത്യേക ദർശന സൗകര്യമുള്ള സീനിയർ സിറ്റിസൺ, പ്രാദേശിക വിഭാഗങ്ങളുടെ ദർശനം ആദ്യമെത്തുന്ന 500 പേർക്ക് വീതമായി ടോക്കൺ മുഖേന പരിമിതപ്പെടുത്തിയിരുന്നു. ബീഹാറിൽ BJPക്ക് ആദ്യ മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ ഇന്ന്. പട്നയിലെ ലോക്ഭവനിൽ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാജ്യസഭാംഗമായ നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം രാജിവെച്ചതോടെയാണ് സംസ്ഥാനത്ത് BJP മുഖ്യമന്ത്രിക്ക് വഴിയൊരുങ്ങിയത്. ഇന്നലെ പട്നയിൽ നടന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് സാമ്രാട്ട് ചൌധരിയെ ഏകകണ്ഠേന തെരഞ്ഞെടുത്തത്. ലോക്ഭവനിൽ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇന്നലെ സാമ്രാട്ട് ചൌധരി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. നിതിൻ രാജിന്റെ മരണം ഇടപെട്ട് ഗവർണർ. സംഭവത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനാണ് നിർദ്ദേശം നൽകിയത്. VC ഗവർണറെ സന്ദർശിച്ച് വിവരങ്ങൾ അറിയിച്ചിരുന്നു. അതിനിടെ സർവകലാശാല അന്വേഷണ സമിതി കോളേജിൽ നാളെ തെളിവെടുപ്പ് നടത്തും. വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കും. 2 ദിവസം സമിതി ക്യാമ്പസിൽ തെളിവെടുപ്പ് നടത്തും. ഇന്നലെ രാവിലെ ആരോഗ്യ സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ നിതിൻരാജിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളും മറ്റു ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. ഇതിനുശേഷമാണ് വൈസ് ചാൻസലർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. വിഷുവിനും കനത്ത ചൂട്. പാലക്കാട് 40 ഡിഗ്രി വരെ ഉയരും. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഈ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തിയേക്കുമെന്നാണ് പ്രവചനം. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലയിൽ മലയോര മേഖലകളിൽ ഒഴികെ ശനിയാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശന കേസ്. സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൽ ഇന്ന് വാദം പുനരാരംഭിക്കും. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൽ ഇന്ന് വാദം പുനരാരംഭിക്കും. ദേവസ്വം ബോർഡ് അടക്കമുള്ള കക്ഷികളുടെ വാദമാണ് ഇന്ന് നടക്കുക. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം 2 ദിവസം കൂടി തുടരാനും സാധ്യതയുണ്ട്. വാദം കേൾക്കൽ നീണ്ടേക്കും. അതേസമയം ശബരിമല യുവതീ പ്രവേശന കേസ് പരിഗണിക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് നേതൃത്വം നൽകുന്നത്. ജഡ്ജിമാരായ MM സുന്ദരേഷ്, A അമാനുള്ള, അരവിന്ദ് കുമാർ, AJ മസീഹ്, BB വരാലെ, R മഹാദേവൻ, ജോയ്മാല ബാഗ്ചി എന്നിവർക്കൊപ്പം ജസ്റ്റിസ് BV നാഗരത്നയും ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായി.